അള്ളാഹുവിന്റെ തിരുദൂതർ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആളായിരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലായിരുന്നു. കാരണം ഒരു മനുഷ്യന് നിഴലുണ്ടാക്കുന്നത് ആ മനുഷ്യനേക്കാൾ പ്രകാശമുള്ള മറ്റൊരു വെളിച്ചം വരുമ്പോഴാണ്. ഈ വെളിച്ചത്തിന്റെ അരികിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മേക്കാൾ ഇതിന് വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് നിഴലുണ്ടാകും. സൂര്യപ്രകാശമുണ്ടാകുമ്പോൾ നമുക്ക് നിഴലുണ്ടാകും. എന്നാൽ മുത്തുനബിക്ക് നിഴലില്ല, സൂര്യനേക്കാൾ വലിയ പ്രകാശമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാടുന്നത്, അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹുസ് സുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറയല് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം, നമുക്ക് ഒരുമിച്ച് പറയണം. അങ്ങനെ മുത്തുനബിയെ കാണണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അന്ത ശംസുൻ, അങ്ങ് സൂര്യനോ, അന്ത ബദറുൻ, അങ്ങ് 14-ാം രാവിൽ ഉദയം ചെയ്തു നിൽക്കുന്ന പരിപൂർണ ചന്ദ്രനോ, അന്ത നൂറുൻ ഫൗഖ നൂർ, അങ്ങ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമല്ലേ തിരുനബിയേ, അങ്ങ് സൗന്ദര്യത്തിന്റെ ഉറവിടമല്ലേ. യാ സാഹിബൽ ജമാൽ ലഖദ് നവ്വറൽ ഖമർ, അങ്ങ് സൗന്ദര്യത്തിന്റെ ഉറവിടമാണല്ലോ. ചന്ദ്രൻ പോലും അതിന്റെ പ്രകാശം കവർന്നെടുത്തത് അങ്ങയിൽ നിന്നല്ലേ തിരുദൂതരെ. എന്തൊരു സൗന്ദര്യമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മദ്ഹ് പാടിയ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തുൽ മുനവ്വറയിൽ ഹസ്സാന് ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു, ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ SKSSFന്റെ നെന്മാറ മേഖല പ്രവാസി സെല്ല് പ്രത്യേകം താല്പര്യമെടുത്ത് മദീന പേഷൻ എന്നുള്ള മുത്തുനബിയുടെ ആ വഴിയിലേക്ക് ജനങ്ങളെ ആനയിക്കാനുള്ള ഒരു വേദി ഇവിടെ ഒരുക്കിയത് ഇത് മുത്തുനബിയുടെ മാതൃകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയാൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. ഹസ്സാൻ തങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്, മനോഹരമായി പാടിയിട്ടുണ്ട്. അത് ഇസ്ലാമിന് ഏറ്റവും വലിയ മുന്നേറ്റമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ തിരുദൂതർ അവിടുന്ന് ദുആ ചെയ്തത്, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ നിന്റെ റസൂലിനെ കുറിച്ച് പാടി പുകഴ്ത്തി പറയുന്ന, പരിശുദ്ധ ദീനിന് ശക്തി നൽകുന്ന ഹസ്സാന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജിബ്രീലിനെ കൊണ്ട് ശക്തി നൽകണേ എന്ന് ദുആ ചെയ്തുവെങ്കിൽ നെന്മാറ മേഖലയിലെ SKSSFന്റെ പ്രവർത്തകരെ, പ്രവാസി സെല്ലിന്റെ നായകന്മാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ തിരുദൂതരുടെ ആ ദുആ ലഭിക്കാൻ ഈ സദസ്സ് കാരണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയ വരികളിലെ മനോഹരമായ വരികൾ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഅഹ്സനു മിൻക ലം തലിദ് വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദ് നിസാഉ. എത്ര മനോഹരമാണ് ആ വാക്കുകൾ. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെയും ലോകത്ത് ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയേ. അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെയും ലോകത്ത് ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. വലിയ സൗന്ദര്യത്തിന്റെ ഉറവിടമായിരുന്നു റസൂലുള്ളാഹി തങ്ങളെ. നിങ്ങളൊന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കൂ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കില്ലായിരുന്നു, അവിടുത്തെ വസ്ത്രത്തിലും ഇരിക്കില്ലായിരുന്നു. അല്ലാഹു ഏറെ ആദരിച്ച അഷ്റഫുൽ ഖൽഖാണ്. അവിടുത്തെ ദാത്തു ശരീഫ കാണാൻ ആഗ്രഹിച്ച് ഒരുമിച്ച് കൂടിയ നല്ലവരിൽ നല്ലവരെ, പരിശുദ്ധ റസൂലിനെ മനസ്സുകൊണ്ടൊന്ന് കണ്ടു നോക്കൂ. അവിടുത്തെ മുഖം വട്ടമുഖമല്ല, എന്നാൽ നീളമുഖമല്ല, രണ്ടിനും ഇടയിലുള്ള മനോഹാരിത നിറഞ്ഞ മുഖമാണ്.
അവിടുത്തെ കണ്ണുകൾ മനോഹരമാണ്. അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണിയുണ്ടല്ലോ പ്രിയപ്പെട്ടവനെ, തിളങ്ങുന്ന ഏറ്റവും നല്ല കറുപ്പാണ്. ആ കൃഷ്ണമണിക്ക് ചുറ്റും അതിശക്തമായ വെളുപ്പ് നിറമാണ്. ആ കണ്ണ് കണ്ടാൽ തന്നെ നോക്കിയിരിക്കാൻ തോന്നുമത്രേ പരിശുദ്ധ റസൂലിന്റെ മുഖത്തേക്ക്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റിയിരുന്നില്ല. ചില സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വരും, മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും. എന്തിനാണ് സിദ്ദീഖേ വന്നതെന്ന് ചോദിക്കുമ്പോ അങ്ങയെ കാണാനുള്ള പൂതി കൊണ്ടുവന്നതാണ്. അല്ലാഹുവേ, ഈ പാവങ്ങൾക്കും ഒന്ന് കാണിച്ചു തരണമേ റഹ്മാനേ. റസൂലുള്ളാഹി തങ്ങളെ കണ്ട കണ്ണ് അത് നരകത്തിൽ കിടക്കൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ കണ്ണിന് ക്വാളിറ്റി വേണം, നമ്മുടെ ഖൽബിന് ക്വാളിറ്റി വേണം, നമ്മുടെ ജീവിതം മുത്തുനബി ഇഷ്ടപ്പെടുന്നതാകണം. കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 70 വർഷത്തോളം മദീനത്തുൽ മുനവ്വറയിൽ ദർസ് നടത്തിയ മഹാനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, യറാ മുസ്തഫ ഫീ കുല്ലി ലൈലത്തിൻ ഫിന്നൗം. മുസ്തഫ നബി തങ്ങളെ എല്ലാ രാത്രിയിലും ഞാൻ ഉറക്കത്തിൽ കണ്ടിരുന്നു. എല്ലാ രാത്രിയിലും മുത്തുനബിയെ മഹാനവറുകൾ കണ്ടിരുന്നുവെന്ന്. എന്താണ് മഹാനവറുകളുടെ ക്വാളിറ്റി? അല്ലാഹുവിന്റെ തിരുദൂതരുടെ പേര് ആര് പറയുന്നത് കേട്ടാലും കണ്ണുകൾ നിറഞ്ഞൊലിക്കുമായിരുന്നു, ശരീരം വിറകൊള്ളുമായിരുന്നു, ശരീരത്തിന്റെ നിറം പോലും വിവർണമാകുമായിരുന്നു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുത്തുനബി ഒരു വികാരമാണ്, മുത്തുനബി ഒരു അഭിനിവേശമാണ്. മുത്തുനബിയെ ശരിക്കും അവർ അനുഭവിക്കുകയായിരുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനവറുകളോട് ശിഷ്യന്മാര് ചോദിച്ചു അത്രേ, നിങ്ങൾ എന്തിനാണ് മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾ കരയുന്നതാ? അവിടുന്ന് പറയുകയാണ്, എന്റെ ഉസ്താദ് മഹാനാണ്, എന്റെ ഉസ്താദ് മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്ന് പറയുന്നവർ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് കാണുമ്പോഴേക്കും കരയുമായിരുന്നു. എന്നിട്ടല്ലേ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ കരയുന്ന എന്നെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഇങ്ങനെയുള്ള ഗുരുനാഥന്മാരിൽ നിന്നാണ് മുത്തുനബിയെ ഞാൻ പഠിച്ചിട്ടുള്ളത്, പകർത്തിയിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളതാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തുൽ മുനവ്വറയിൽ ചെരുപ്പിടാതെ നടക്കുന്നവരായിരുന്നു. മുത്തുനബിയുടെ മണ്ണാണല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ മണ്ണിൽ മലമൂത്ര വിസർജനം നടത്താറില്ലായിരുന്നു, പുറത്തേക്ക് പോകുമായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബിയോടുള്ള ഇഷ്ടമായിരുന്നു, മുത്തുനബിയോടുള്ള ഏറ്റവും വലിയ അനുരാഗമായിരുന്നു, മുത്തുനബിയോടുള്ള ആദരവായിരുന്നു, മുത്തുനബിയോടുള്ള ബഹുമാനമായിരുന്നു. മദീനത്തുൽ മുനവ്വറയിൽ തന്റെ ദർസിന്റെ കാലയളവ് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രിയപ്പെട്ടവരെ സ്ഥിരമായി നിൽക്കാൻ കഴിയാത്ത സമയത്ത് മദീനയിൽ മുത്തുനബിയുടെ അരികിലേക്ക് വന്നപ്പോ അവിടെ തടിച്ചുകൂടി ആളുകൾ ഞങ്ങൾക്ക് വഅദ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. 10 ദിവസത്തെ വഅദ് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനൊന്നും മഹാനവറുകൾക്ക് കഴിഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവരോട് പറഞ്ഞു, ഇനി എനിക്ക് കഴിയില്ല. എന്തേ കഴിയാത്തത്? ഞാൻ ഇത്രയും ദിവസം മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നല്ലേ ഇതാ മഹബ്ബത്ത് എന്ന് പറയുന്നത്. ഓരോ ആളുകളുടെ ചരിത്രത്തിലും വ്യത്യസ്ത രീതിയിലുള്ള മഹബ്ബത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിറം അതൊരു പ്രിയപ്പെട്ടവരെ ഗോതമ്പ് വർണ്ണത്തിന്റെ സ്വർണ്ണ നിറമായിരുന്നു അത്രേ. എന്തൊരു ഭംഗിയായിരുന്നു! ചുവപ്പും വെളുപ്പും കലർന്ന നിറമാണ്. അവിടുത്തെ പുരികം മനോഹരമായിരുന്നു. അത് രണ്ടും ഒരുമിച്ച് മുട്ടുന്നത് പോലെയായിരുന്നു എന്ന് അവിടുത്തെ ശമാഇലിൽ കൃത്യമായി പഠിപ്പിച്ചു തരുകയാണ്. അവിടുത്തെ മൂക്ക് മനോഹരമായിരുന്നു, അവിടുത്തെ ചുണ്ടുകൾ വളരെ അഴകുള്ളതായിരുന്നു, അവിടുത്തെ കവിൾത്തടങ്ങൾ അനുഗ്രഹീതമായിരുന്നു. എന്തൊരു ഭംഗിയാണ് മുത്തുനബിയെ കാണാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഓരോ ശരീര ഭംഗിയെ കുറിച്ചും ചരിത്രം പറയുന്നുണ്ട്. ഒരുപാട് കിതാബുകൾ അതിനുവേണ്ടി തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. അവിടുത്തെ സ്വഭാവ ഭംഗി നോക്കൂ നിങ്ങൾ.
സ്വഭാവത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത് ആരാ? കൂടെ നടക്കുന്ന ആളുകളാണ്. റസൂലുള്ളാഹി തങ്ങളോടൊപ്പം 10 വർഷത്തോളം ഒരുമിച്ച് നടന്ന അവിടുത്തെ ഖാദിമായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളായിരുന്നു അഹ്സനൻ നാസി ഖുലുഖ, ജനങ്ങളിൽ നിന്ന് സ്വഭാവത്താൽ ഏറ്റവും അഴകുള്ളവരായിരുന്നു. അതിനപ്പുറം ഒരാളില്ല. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. ആരാ പറഞ്ഞത്? 10 വർഷം ഒരുമിച്ച് നടന്ന ആളാണ്. ഒരിക്കൽ എങ്ങനെ പറഞ്ഞു, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷൻ. റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് മ്ലേച്ഛമായ ഒരു വാക്കും കാണൂല, മലിനമായ ഒരു പ്രവർത്തനവും ഉണ്ടാകൂല. എന്തൊരഴകുള്ള സ്വഭാവം! എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, അനസ് തങ്ങൾ പറയാണ്, ഇന്ന മിൻ ഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, അഹ്സനുഹും അഹ്സനുക്കും ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ വിലയിരുത്തുന്നത് അവന്റെ സംസാരമാണ്. അവന്റെ കൽബകം ശുദ്ധിയുള്ളതാണെങ്കിൽ അവന്റെ സംസാരം പരിശുദ്ധമായിരിക്കും, അവന്റെ കാഴ്ചകൾ പരിശുദ്ധമായിരിക്കും, അവന്റെ കേൾവികൾ പരിശുദ്ധമായിരിക്കും, അവന്റെ കൈകാലുകളെ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പരിശുദ്ധമായിരിക്കും. കാരണം അവന്റെ ടാങ്ക് വിശുദ്ധമാണ്. ടാങ്ക് വിശുദ്ധമാകുമ്പോൾ ടാപ്പിലൂടെ വരുന്നതൊക്കെ പിന്നെ വിശുദ്ധമായിരിക്കും. അതല്ല, ടാങ്ക് മലിനമാണെങ്കിൽ പിന്നെ ടാപ്പിലൂടെ വരുന്നതൊക്കെ അതിലേറെ മലിനമുള്ളതായിരിക്കും. ഖൽബിൽ റസൂലുള്ളാഹി തങ്ങളുണ്ടോ, അവൻ ഏറ്റവും അഴകുള്ള സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അവിടുത്തെ പ്രിയ പത്നിമാര് പറയുന്നത് നോക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തു. റസൂലുള്ളാഹി തങ്ങൾ തന്റെ കൈ കൊണ്ട് ഒരിക്കലും അടിച്ചിട്ടില്ല, ഒരു ഭാര്യയെയും അടിച്ചിട്ടില്ല, ഒരു ഖാദിമിനെയും അടിച്ചിട്ടില്ല, ഒരാളെയും പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവങ്ങൾ പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പുണ്യനബിയോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കുന്ന മദീന പേഷനിലാണുള്ളത്. മദീന നമ്മുടെ ഒരു വികാരമായി മാറണം. മദീനയോട് മഹബ്ബത്ത് വെച്ചവരാണ് ലോകത്ത് ഈമാനിക പ്രഭ നേടിയവർ. മദീന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പട്ടണം എന്നാണ്. പട്ടണം എന്ന പേരിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടാവൂല. ഡൽഹി പട്ടണം എന്ന് പറയണമെങ്കിൽ മദീനത്തു ഡൽഹി എന്ന് പറയാം, മദീനത്തു വാഷിംഗ്ടൺ എന്ന് പറയാം, മദീനത്തു ലണ്ടൻ എന്ന് പറയാം. പക്ഷേ മദീന, അൽ മദീനത്തുൽ മുനവ്വറ, ഒരു കാലത്ത് യസ്രിബായിരുന്നു, ക്ഷാമങ്ങളുടെ ഒരുപാട് കഷ്ടതകളുടെ നാടായിരുന്നു. അറബികൾ പറയുമായിരുന്നു, കച്ചവടത്തിന് പോകുമ്പോ നിങ്ങൾ യസ്രിബിലൂടെ പോകരുത്, അത് നാശമാണ്. പക്ഷെ അല്ലാഹുവിന്റെ തിരുദൂതർ മദീനത്തുൽ മുനവ്വറയിൽ വന്നു. ആ നാട് പരിശുദ്ധമായി. റസൂലുള്ളാഹി തങ്ങളെ പാട്ടുപാടി സ്വീകരിച്ച നാടാണ് മദീനത്തുൽ മുനവ്വറ. പാട്ടുപാടി സ്വീകരിക്കണമെങ്കിൽ അത് വല്ലാത്ത സന്തോഷം കൊണ്ടുള്ളൊരു സ്വീകരണമായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നേരം വരെയാണ്, പല രീതിയിലും സ്വീകരിക്കാം. ഇരുന്നോളൂ, കസേരയിട്ട് കൊടുക്കും, വെള്ളം കൊടുക്കും, ഒന്ന് വേഗം പോയെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. ഇനി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോവാണ്ടോന്നൊക്കെ ചോദിക്കും, ഒരു പക്ഷെ പോവാൻ വേണ്ടിയിട്ടില്ലേ. എന്നാൽ ശരിക്കും ഹൃദയത്തിന്റെ ആനന്ദം കൊണ്ട് സ്വീകരിക്കുന്ന സ്വഭാവമാണ് പാട്ടുപാടി സ്വീകരിക്കുക. മദീനയിൽ പ്രിയപ്പെട്ടവരെ ആളുകൾ മുത്തുനബി വരുന്നു എന്നറിഞ്ഞപ്പോ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടുണ്ട്. ഈത്തപ്പന മുകളിൽ കയറിയിരുന്നിട്ടുണ്ട്. മുത്തുനബി വരുമ്പോ ഞാൻ ആദ്യം കാണുമെന്ന് പറഞ്ഞ് മത്സരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ പാട്ടുപാടി സ്വീകരിച്ചു മദീന. അതാ മദീനയുടെ വലിയൊരു പ്രത്യേകത. അവരിങ്ങനെ പാടിയില്ലേ, താലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ യാ നബി യാ റസൂൽ സലാം അലൈക്കും.
أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي. ആരുടെ പേരിലാണ് നമ്മൾ ഇങ്ങനെ സലാം പറയുന്ന ഈ ബൈത്ത് ചൊല്ലുന്നത്? യാ നബി സലാം അലൈക്കും, ഓ നബിയേ അങ്ങേക്ക് സലാം. യാ റസൂൽ സലാം അലൈക്കും, ഓ റസൂലേ. യാ ഹബീബ് സലാം അലൈക്കും, ഓ ഹബീബേ. സലാവാത്തുല്ലാഹ്, അങ്ങയുടെ മേൽ സ്വലാത്തും സമർപ്പിക്കുന്നു. മുത്തുനബി മദീനത്തുൽ മുനവ്വറയിൽ നമ്മുടെ സലാം മടക്കും. അല്ലാഹ് അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അതെങ്ങനെയാണെന്ന് സഹാബാക്കൾ ചോദിക്കുമ്പോ പറയണ്ട്, എനിക്ക് അള്ളാഹു എന്റെ റൂഹ് തിരിച്ചു തരും, ഞാൻ എന്നിട്ട് അവരോട് സലാം മടക്കും. അതുകൊണ്ട് പരമാവധി സദസ്സിലിരുന്ന് ചൊല്ലിക്കോളൂ സ്വലാത്തും സലാമും ഒക്കെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മഹാന്മാരൊക്കെ മഹാന്മാരായത് അങ്ങനെയാ. മുത്തുനബിയെ കാണാൻ അവർ യോഗ്യത നേടിയത് അങ്ങനെയാണ്. ബഹുമാനികളെ, മദീനത്തുൽ മുനവ്വറ റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കും. ഓരോരുത്തരും മത്സരിച്ചു. എന്റെ വീട്ടിലൊന്ന് നബി തങ്ങൾ താമസിക്കും, എന്റെ വീട്ടിലൊന്നിറങ്ങും. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, തന്റെ ഒട്ടകം അത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതെവിടെയാണോ മുട്ടുകുത്തുന്നത്, ആ മുട്ടുകുത്തുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തിരുദൂതർ അവർ വല്ലാതെ സ്നേഹിച്ചു മദീന. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, അഫ്ളലു തുറുബത്തുൽ അർള്, ഭൂമിയിലെ മണ്ണിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് തുറുബത്തുൽ മദീന, മദീനയുടെ മണ്ണാണ്. മഹാനായ ഷെയ്ഖ് ദിഫാഇ റഹിമഹുല്ലാഹ് തന്റെ നാട്ടിൽ നിന്ന് എന്നും അവിടുത്തെ മണ്ണെടുത്തിട്ട് ഇങ്ങനെ ചുംബിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോ കൂടെ ഉള്ളവർ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്യണത്? മഹാനവറുകൾ കരഞ്ഞിട്ട് പറയത്രേ, ഈ മണ്ണ് അതിനോട് ചേർന്ന മണ്ണ്, അതിനോട് ചേർന്ന മണ്ണ്, അങ്ങനെ 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 പോയാൽ അതിന്റെ അപ്പുറത്ത് മുത്തുനബിയുടെ മദീനത്തുൽ മുനവ്വറയിലെ മണ്ണായിരിക്കുമല്ലോ. അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചുംബിക്കുന്നതാണ്. എന്തൊരു ഇഷ്ടമായിരുന്നു. എന്നും മഹാനായ ശൈഖ് റിഫായി തങ്ങൾ തന്റെ മനസ്സുകൊണ്ട് മദീനയിൽ പോയി വരും. നമുക്ക് ഈ സരസിൽ നിന്ന് അങ്ങനെ പോകാൻ കഴിയണം. നിങ്ങളൊക്കെ മദീന ഇങ്ങനെ കണ്ട്, ആ പച്ചക്കുബ്ബ ഇങ്ങനെ കണ്ട്, മുത്തുനബിയുടെ റൗള ഷരീഫിന്റെ ചാരത്ത് നിന്ന് കേൾക്കുന്നത് പോലെ കേൾക്കണം. മഹാനവറുകൾ എന്നും മനസ്സുകൊണ്ട് മദീനത്ത് പോയി വരും. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ അങ്ങ് ചെന്ന് നിന്നു, അങ്ങ് കരഞ്ഞു. ഫി ഹാലത്തിൽ ബഅദി റൂഹി കുന്തു ഉർസിലുഹാ, വളരെ വിദൂരതയിൽ നിന്ന് ഈ പാവപ്പെട്ട അഹ്മദുൽ കബീർ, അഹ്മദുൽ കബീറിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് അയക്കാറുണ്ട് നബിയേ. ഇപ്പോഴത്തെ ആത്മാവും ശരീരവും ഒരുമിച്ച് വന്നിരിക്കുന്നു. അവിടുത്തെ കൈകളൊന്ന് നീട്ടിത്തരുമോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. മഹാനവറുകൾ മുത്തുനബിയോട് അവിടുന്ന് സലാം പറഞ്ഞു. സലാമു അലൈക യാ ജദ്ദി, എന്റെ വല്ലിപ്പാ എന്ന് വിളിച്ചങ്ങ് സലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹി തിരികെ സലാം മടക്കുന്നു. സലാമു അലൈക യാ വലദി. ഇത് മദീനത്തുൽ മുനവ്വറയിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഉന്നത ജീവിതത്തിന്റെ ഉടമകളായ മഹത്തുക്കൾ കേട്ടു എന്ന് ചരിത്രത്തിൽ പറയുകയാണ്. നല്ല മോനാണെന്ന് മുത്തുനബി സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ട് റസൂലുള്ളാഹി ഏറ്റെടുത്തു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതിന് മുത്തുനബിയെ നമ്മൾ ഇഷ്ടപ്പെടുത്തണം. മുത്തുനബിയോട് നമുക്ക് ഇഷ്ടം കൂടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മദീനയോടുള്ള ഇഷ്ടം മഹാനവറുകൾക്ക്. റസൂലുള്ളാഹി വഫാത്തായപ്പോ പിന്നെ മുത്തുനബിയെ കാണാതെ മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല. മഹാനവറുകൾ മദീന വിട്ടു പോവുകയാണ്.
മദീന വിട്ടു പോവുകയാണ്. പിന്നെ മദീനയിലേക്ക് വർഷങ്ങളോളം വരുന്നില്ല. മദീന എന്ന് കേൾക്കുമ്പോഴേക്കും കരച്ചിലാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ സങ്കടപ്പെട്ട് കരയുകയാണ്. തന്റെ ബിലാലിനെ കാണാൻ കൊതിക്കുന്ന പരിശുദ്ധ റസൂലിന്റെ മനസ്സ്. ആ കുട്ടികളൊന്ന് സംസാരിക്കാതിരുന്നാൽ വളരെ സൗകര്യമായിരുന്നില്ലേ? നിങ്ങൾ സംസാരിക്കണോട് എന്റെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയോ എന്നൊക്കെ സംശയം. റസൂല കരയാന്നാ ഞാൻ പറഞ്ഞു തോന്നുന്നല്ലേ? ബിലാൽ തങ്ങൾ കരയാൻ നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ സദസ്സ് ശരിക്കും ഇതിൽ ലയിച്ചിരിക്കണം, എന്നാലേ ഇപ്പം മദീന പേശൻ ആവുള്ളൂ. അതല്ലെങ്കിൽ വെറുതെ ഒന്ന് വന്ന് പിരിഞ്ഞു പോകും. ഇന്നത്തെ ഈ രാത്രിയിൽ പങ്കെടുത്ത നമുക്ക് ഇന്ന് രാത്രിയിൽ ഉറങ്ങിയ റസൂലുള്ളാഹിനെ സ്വപ്നം കാണണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതിനുള്ളൊരു മനസ്സ് നിങ്ങളൊക്കെ ക്രമപ്പെടുത്തിയെടുക്കുക. ഈ സദസ്സിൽ ദുആ ചെയ്ത അള്ളാഹു സ്വീകരിക്കും, ഉറപ്പാണ്. ഇത് മുത്തുനബി നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. ഒരു സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ മദീനയോട് വിട പറഞ്ഞു. പിന്നെ വർഷങ്ങളോളം മദീനയിലേക്ക് വരുന്നില്ല. മദീന എന്ന് കേൾക്കുമ്പോഴേക്കും കരച്ചിലാണ്. ഒരിക്കൽ മുത്തുനബി സ്വപ്നത്തിൽ അങ്ങ് വന്നു. ബിലാലേ, മദീനയോട് പിണങ്ങിയോ? മദീനയോട് വിട പറഞ്ഞതെന്തിനാ എന്നിങ്ങനെ ചോദിച്ചപ്പോ ബിലാൽ തങ്ങളങ്ങ് ഞെട്ടി ഉണരുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്റെ ഹബീബ് എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് മദീനത്തുൽ മുനവ്വറയിലേക്ക് പോകണം. ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി വിതുമ്പി കരയുകയാണ്. നിങ്ങൾ മനസ്സുകൊണ്ടൊന്നും ബിലാൽ തങ്ങളെ സങ്കല്പിച്ചു നോക്കൂ. ഒരു ചെറിയ കുട്ടിയെ പോലെ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്ന ബിലാൽ മുത്തുനബിയുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ടോ? കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്. ഒരേ ഒരു ലക്ഷ്യമാണ്, മദീനയിലെത്തണം, മുത്തുനബിയെ കാണണം. മുത്തുനബിയുടെ അരികിലേക്ക് വരികയാണ്. മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ മദീനത്തുൽ മുനവ്വറയിലെത്തി എന്ന വാർത്ത പരക്കുകയാണ്. ആളുകൾ ഓടിക്കൂടുകയാണ്. ബിലാൽ തങ്ങളോട് പറയുന്നു, ബിലാൽ, അങ്ങ് മുത്തുനബിയുടെ പ്രിയപ്പെട്ട മുക്രിയാണല്ലോ, നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കുമോ? ഞങ്ങൾക്കൊന്ന് മുത്തുനബിയുടെ കാലം ഓർത്തെടുക്കാനാണ്. ബിലാൽ തങ്ങൾ പറഞ്ഞു, മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് അവിടുന്ന് ബാങ്ക് വിളിക്കാൻ, അവിടുത്തെ ചാരത്തങ്ങനെ വിളിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ നിർബന്ധിക്കരുത്. എന്റെ മനസ്സ് വല്ലാതെ പിടക്കുകയാണ്. എന്റെ ശരീരം തളർന്നു പോവുകയാണ്. സഹാബികൾ ഒരുപാട് വന്ന് കെഞ്ചി അപേക്ഷിച്ചു. ബിലാൽ തങ്ങൾക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് പേരക്കിടാങ്ങൾ വന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ബിലാൽ തങ്ങളെ കയ്യിൽ തൂങ്ങി പിടിച്ചിട്ട് പറഞ്ഞു, ബിലാൽ തങ്ങളെ ഒന്ന് ബാങ്ക് വിളിക്കുമോ? ഞങ്ങളുടെ വല്ലുപ്പയെ ഒന്ന് ഓർത്തെടുക്കാനാണ്. ബിലാൽ തങ്ങൾ മുത്തുനബിയുടെ പേരക്കിടാങ്ങളാ പറയുന്നത്. മറുത്തെന്തെങ്കിലും പറഞ്ഞാൽ മുത്തുനബി വേദനിക്കുമല്ലോ. അവിടുത്തെ മക്കളല്ലേ പറഞ്ഞത്. അവര് പറഞ്ഞപ്പോ ബാങ്ക് കൊടുക്കുന്ന തറയിലങ്ങ് കയറി നിന്നു. ബിലാൽ തങ്ങളങ്ങ് വിളിക്കാൻ തുടങ്ങി. എന്റെ അടിപ്പരണ്ടയിലെ ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയ നല്ലവരിൽ നല്ലവരായ പ്രവാചക സ്നേഹികളെ, നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് മദീനയിലേക്ക് വരുമോ? മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലേക്ക് വരുമോ? മസ്ജിദുൻ നബവിയിൽ ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് ബിലാൽ തങ്ങൾ കയറി നിൽക്കുന്നത് നിങ്ങളൊന്ന് മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ബിലാൽ തങ്ങൾ അങ്ങ് വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കേട്ടവർ മദീനത്തുൽ മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിലേക്ക് ഒഴുകി വരികയാണ്. മുത്തുനബിയുടെ മുക്രിയാണല്ലോ ബാങ്ക് കൊടുക്കുന്നത്. മുത്തുനബി തിരികെ വന്നോ? മുത്തുനബി തിരികെ വന്നോ? കരയുകയാണ് എല്ലാവരും, കണ്ണുനീരൊലിക്കുകയാണ്. മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ ബിലാൽ തങ്ങൾ പിന്നെ അങ്ങ് വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ബിലാൽ തങ്ങളുടെ വായിലേക്ക് നോക്കി കരയുകയാണ്. മുത്തുനബിയെ അവർ മുന്നിൽ കാണുന്നത് പോലെ അനുഭവിക്കുകയാണ്. പലരും തളർന്നിരിക്കുകയാണ്. പലരും സങ്കടപ്പെട്ട് കരയുകയാണ്. പലർക്കും ശ്വാസം പോലും വിടാൻ കഴിയുന്നില്ല. ബിലാൽ തങ്ങൾ പിന്നെ അങ്ങ് വിളിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആളുകൾ
ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ബിലാൽ തങ്ങൾ വിളിക്കുന്നു, അഷ്ഹദു അന്ന അഷ്ഹദു അന്ന അഷ്ഹദു അന്ന. ബാക്കി പറയാൻ കഴിയാതെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തറയിൽ വീഴുകയാണ്. സഹാബാക്കൾ പരിഭ്രമിക്കുകയാണ്, അരികിലേക്ക് ഓടി വരികയാണ്. ബോധം തിരികെ ലഭിക്കാൻ വഴികൾ തുറക്കുകയാണ്. ബോധം തിരികെ ലഭിച്ചപ്പോ ബിലാൽ തങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും നോക്കുകയാണ്. എവിടെ മുത്തുനബിയുടെ പേരക്കിടാങ്ങൾ? അവരരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കരയുകയാണ്. പൊന്നുമക്കളെ, ഇനി പറയേണ്ട പേര് മുത്തുനബിയുടെ പേരല്ലേ? അവിടുന്ന് നമ്മോടൊപ്പമില്ലാത്ത ഈ സാഹചര്യത്തിൽ എനിക്ക് ആ പേര് പറഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഒന്നുമല്ലാത്ത ഒരു അടിമയായിരുന്നു ഞാൻ. ഉമയ്യത്തിന്റെ അടിമയായിരുന്നു. ഉമയ്യത്ത് ചുട്ടുകൊള്ളുന്ന മണൽ പരപ്പിലൂടെ എന്നെ വലിച്ചിടച്ചിട്ടുണ്ട്. അല്ലാഹു അഹദ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാറക്കെട്ടുകൾ, പാറക്കല്ലുകൾ എന്റെ ശരീരത്തിലേക്ക് എന്നെ അപകടപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതർ അതിന്റെ പേരിൽ വേദനിച്ചു. ബിലാലിനെ ആര് മോചിപ്പിക്കുമെന്ന് ചോദിച്ചു, സങ്കടപ്പെട്ടു. അബൂബക്കർ തങ്ങൾ മുത്തുനബിയുടെ സങ്കടത്തിന് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് എന്നെ മോചിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലാണ് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്റെ നേതാവെന്ന് എന്നെ അഭിമുഖമായി സംസാരിച്ചു. എന്നെ ലോകത്തോളം ഉയർത്തിയത് എന്റെ ഹബീബാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ എന്നെ എത്രമേൽ താലോലിച്ച് പോറ്റി വളർത്തി. ആ ഹബീബില്ലാത്ത മണ്ണിൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കരയുന്നുവെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ അനുഭവിച്ചവരായിരുന്നു, മുത്തുനബിയെ കാണുന്നവരായിരുന്നു, മുത്തുനബിയുടെ ഇഷ്ടമുക്രിയായിരുന്നു. ആ ഒരു മനസ്സ് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയണം. മദീനയോട് വല്ലാത്ത ഒരു അഭിനിവേശമായിരുന്നു അവർക്ക്. SKSSF ആ മദീനയോടുള്ള അഭിനിവേശം ജനങ്ങളിൽ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചാണ് കേരളത്തിലുടനീളം പ്രിയപ്പെട്ടവരെ ഈ മദീന പേശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. തീർച്ചയായും ഈമാൻ അത് മദീനയിലേക്ക് ഓടി ഒളിക്കുന്നതാണ്. ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ഓടി ഒളിക്കുന്നത് പോലെ അവസാന നാള് വരുമ്പോ മദീനയോട് ഇഷ്ടമുള്ളവരാരോ, മദീനയുടെ നായകനോട് പ്രിയമുള്ളവരാരോ, മദീനയുടെ നായകൻ മനസ്സ് നിറയെ ഉള്ളവരാരോ, മദീനയുടെ നായകന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിന്റെ ലഹരിയാക്കുന്നവരാരോ, അവരിലായിരിക്കും ഈമാനി പ്രഭ നിലനിൽക്കുന്നത് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമയായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മദീനയോട് ഇഷ്ടം വെക്കുന്നവർ, മദീനയുടെ നായകനോട് സ്നേഹം വെക്കുന്നവർ, അതിനാണ് മദീന പേശൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉവൈസ് ബിൻ ആമിറുൽ ഖറനി റഹിമഹുല്ലാഹ് മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ യമനിലെ ഖറനിൽ മഹാനവറുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ മുത്തുനബിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹാബിയല്ല. മുത്തുനബിയോടൊപ്പം ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹാബിയല്ല. താബിഈകളിൽ പ്രമുഖനാണ്. എന്തായിരുന്നു മഹാനവറുകൾക്ക് മുത്തുനബിയെ കാണാൻ കഴിയാതിരിക്കാൻ? തന്റെ ഉമ്മയെ പരിപാലിച്ച് ശുശ്രൂഷിച്ച് അങ്ങനെ ജീവിതം ക്രമീകരിച്ച ആളാണ്. മുത്തുനബിയെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട്. ഒരിക്കൽ ഉമ്മാട് പറഞ്ഞു, ഉമ്മ ഞാൻ മുത്തുനബിയെ ഒന്ന് കാണാൻ പോട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേക്കോ? ഉമ്മ പറഞ്ഞു, എത്ര മോനെ, നീ പോയാ പിന്നെ എനിക്ക് ആരാ ഉണ്ടാവുക? ഞാൻ പ്രയാസപ്പെടൂലേ? ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതല്ലോ. വല്ലാത്ത ആഗ്രഹം, പൂതിയുണ്ട് ഉവൈസ് ബിൻ ആമിറുൽ ഖറനി റഹിമഹുല്ലാഹ്. ഉമ്മ പറഞ്ഞു, മോൻ എന്നാ ഈ പോയിക്കോ, എന്റെ ഒരു ആഗ്രഹമല്ലേ, അധികം താമസിയാതെ തിരികെ വരണട്ടോ, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടോടാ. ഉവൈസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് മദീനത്തുൽ മുനവ്വറയിലേക്ക്. നിങ്ങളതൊന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിച്ചു നോക്കൂ. ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹ് വരിക, മദീനത്ത് വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറാ ശരീഫുകൾ കരികിൽ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ എവിടെ? കാണാനുള്ള പൂതി കൊണ്ട് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു, ഒരു യുദ്ധ ആവശ്യാർത്ഥം ഇവിടുന്ന് പോയിരിക്കണം. ഉവൈസ് തങ്ങളെ കണ്ണ് നിറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? മുത്തുനബി വരുന്നത് വരെ ഇവിടെ നിന്നാൽ എന്റെ ഉമ്മ കഷ്ടപ്പെടുമല്ലോ, എന്റെ ഉമ്മ വേഗം വരണം എന്നാ പറഞ്ഞിട്ടുള്ളത്, എന്റെ ഉമ്മയുടെ പൊരുത്തം നഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ട് തിരികെ പോകാം. മദീനയുടെ മണ്ണിനോട് അഭിമുഖമായി നിന്ന് ഉവൈസ് റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. മദീനത്തെ മണ്ണേ, നീ എത്ര ഭാഗ്യമുള്ള മണ്ണാണ്. അള്ളാഹുവിന്റെ തിരുദൂതരെ കണ്ട മണ്ണല്ലേ.
മുത്തുനബി നടന്ന മണ്ണല്ലേ? മുത്തുനബിയുടെ ശരീരത്തിന്റെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഭാഗങ്ങൾ ചേർന്ന മണ്ണല്ലേ? ഞാൻ ഈ മദീനത്തെ മണ്ണായിരുന്നെങ്കിൽ എന്ന് കരയുന്നുണ്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു. മദീനയിൽ പാറി നടക്കുന്ന പക്ഷിപ്പറവകളോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെ കാണാൻ കഴിഞ്ഞവരല്ലേ. മദീനത്തെ മരങ്ങളോട് സസ്യങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്, അള്ളാഹുവിന്റെ തിരുദൂതർക്ക് നല്ല തണുപ്പിന്റെ കാറ്റ് സമർപ്പിക്കാൻ, തണൽ നൽകാൻ, മുത്തുനബിക്ക് സന്തോഷം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഈ ഉവൈസ് ഭാഗ്യല്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു പോവാണ്. ആ ഉവൈസ് തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ അറിയണം, റസൂലുള്ളാഹി തങ്ങൾ ഉവൈസ് ബിൻ ആമിറുൽ ഖർനി തങ്ങളെ കുറിച്ച് പറയുന്ന സഹാബാക്കളോട്, യമനിലെ ഖർനിൽ ആമിറിന്റെ മകനായ ഉവൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് തന്റെ ഉമ്മയെ പരിപാലിച്ചു ഉമ്മാക്ക് നന്മ ചെയ്ത ജീവിതം ക്രമീകരിച്ചു മുന്നോട്ട് പോകുന്നവരാണ്. ആ ഉവൈസിന്റെ പ്രത്യേകത, വെള്ളപ്പാണ്ട് അസുഖമുണ്ടായിരുന്നു, എല്ലാം ശിഫയായി, ഒരു ദിർഹമിന്റെ വട്ടത്തോളം മാത്രം അവശേഷിക്കുന്നുണ്ട്. ആ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിച്ചോളൂ, ശുപാർശക്ക് അല്ലാഹു അധികാരം നൽകിയ ആളാണ്, വലിയ മഹാനാണ്. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂൽ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ കാണണം, മുത്തുനബിയെ കാണണം, മുത്തുനബിയെ കാണണമെന്ന് ആഗ്രഹിച്ച് ജീവിതം ക്രമീകരിച്ച മഹാൻ. ആ മുത്തുനബിയോടുള്ള ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട് അള്ളാഹു ആദരിച്ചതാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി, ഉവൈസ് തങ്ങൾ മുത്തുനബിയെ കണ്ടിട്ടില്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലയളവിൽ സിദ്ദീഖ് തങ്ങൾ അന്വേഷിച്ചു ഉവൈസ് എന്ന് പറയുന്ന മനുഷ്യനെവിടെ, ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ഉമർ തങ്ങളുടെ കാലയളവ് കടന്നു വന്നു. 10 വർഷത്തിലധികം ഇസ്ലാമിക ഭരണം നടത്തിയവനാണ് ഉമർ തങ്ങൾ. ആ കാലയളവിൽ ഒരു ഹജ്ജിന്റെ വേളയിൽ മിനാ ടെന്റിനരികിൽ ചെന്ന്, യമൻകാര് താമസിക്കുന്ന ടെന്റിനരികിൽ ചെന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ, അമീറുൽ മുഅ്മിനീനാണ്, അല്ലാഹുവിന്റെ തിരുദൂതർ സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞവരാണ്, സഹാബികളിൽ ഉന്നത സ്ഥാനമുള്ളവരാണ്. മഹാനവറുകൾ ചെന്നിട്ട്, പ്രിയപ്പെട്ടവരെ, യമൻകാര് താമസിക്കുന്ന ടെന്റിനരികിൽ ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്നവരുണ്ടോ? അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് ചോദിക്കാൻ മാത്രം അനുഗ്രഹീതനായ ഒരു ഉവൈസ് ഇല്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞു കൊടുത്തു. മെലിഞ്ഞൊട്ടിയ ഒരു ഉവൈസ്, ആ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ആ മനുഷ്യൻ നാടിനെ മേക്കുന്നതായിട്ട് കാണാൻ കഴിയുമെന്ന് അങ്ങനെ അന്വേഷിക്കുന്നു. ഉവൈസ് തങ്ങളെ കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, മെലിഞ്ഞൊട്ടിയ ശരീരമാണ്. ഉവൈസ് തങ്ങളോട് ചോദിച്ചു, അന്ത ഉവൈസ്, നിങ്ങളാണോ ഉവൈസ്? അതെ, ഞാൻ തന്നെയാണ്. നിങ്ങളാണോ ആമിറിന്റെ മകൻ ഉവൈസ്? അതെ, ഞാൻ തന്നെയാണ്. നിങ്ങളാണോ ഉമ്മാക്ക് നന്മ ചെയ്ത ജീവിതം ക്രമീകരിച്ച മനുഷ്യൻ? അതെ, ഞാൻ തന്നെയാണ്. നിങ്ങളിലാണോ ഒരു ദിർഹമിന്റെ വട്ടത്തിൽ വെള്ളപ്പാണ്ട് അവശേഷിച്ചിട്ടുള്ളത്? അതെ, എനിക്ക് തന്നെയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് ദുആ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ട ഉമറിന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ എന്ന് പറഞ്ഞ് കരയുകയാണ്. സ്വർഗ്ഗമുണ്ടെന്ന് ഉറപ്പ് ലഭിക്കപ്പെട്ട സഹാബി പ്രമുഖനാണ്, അമീറുൽ മുഅ്മിനീനാണ്, താബിഈകളിൽപ്പെട്ട മഹാനായ ഉവൈസ് തങ്ങളോട് പറയുന്നത്, മുത്തുനബി ഇഷ്ടപ്പെട്ട എങ്ങനെയാണ്, മുത്തുനബി പ്രിയം വെച്ചാൽ എങ്ങനെയാണ്? അല്ലാഹുവേ, ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റബ്ബേ. മുത്തുനബി നമ്മിലുണ്ടോ, പിന്നെ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് അവരിലുണ്ട്, അതുകൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല. റസൂലുള്ളാഹി നമ്മിലുണ്ടോ? നമ്മുടെ വീട്ടിൽ നബിയുണ്ടോ? നമ്മുടെ വീട്ടിൽ നബിയുടെ മദ്ഹുണ്ടോ? അവിടെ പിന്നെ പ്രകാശമായിരിക്കും. ഇന്നാ ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ സയ്യിദിൽ കൗനൈനി വസുറുജി. നിങ്ങൾക്ക് രോഗമുണ്ടോ? മുത്തുനബിയുടെ സന്ദർശനമുണ്ടായാൽ, വമരീലൻ അൻത സായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി സല്ലി റബ്ബൽ സയ്യിദിൽ കൗനൈനി വസുറുജി. നമ്മുടെ വീടുകൾ മുത്തുനബിയുടെ മദ്ഹിന്റെ മാസ്മരീകതയുടെ വീടായിരിക്കും.
മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറയും, എല്ലാവരും വീട്ടിൽ മൗലീദ് ഓതണം, കുട്ടികൾക്ക് ചീർണി കൊടുക്കണം, മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണം. എന്തിനാണ്? അള്ളാഹുവിൽ നിന്നുള്ള രക്ഷാ കവാടങ്ങൾ തുറക്കപ്പെടാനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കും. പുണ്യനബി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് അബ്ദുള്ള എന്നവർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രയാസം സഹിച്ചിട്ടുണ്ടായിരിക്കും. അവിടുന്ന് ജന്മമെടുത്തു. പിന്നീട് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മ 6-ാമത്തെ വയസ്സിലും മരണപ്പെടും. എത്രമേൽ വേദനിച്ചിട്ടുണ്ടായിരിക്കും. അന്ന് ആ കുഞ്ഞുനാളിലെ റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളെക്കാൾ ഒരു 2 വയസ്സ് താഴെയുള്ളവർ. പുണ്യനബിയുടെ വീട് മക്കത്തുൽ മുക്കറമയിൽ നമുക്കറിയാം. കഅബ ഷരീഫിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഇറങ്ങി മർവാ കുന്നിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവിടെ റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട വീട് നിൽക്കുന്ന സ്ഥലത്ത് മക്തബത്തു മക്കത്തുൽ മുക്കറമയുണ്ട്. അബൂബക്കർ തങ്ങളുടെ വീട് മസ്ജിദുൽ ഹറാമിന്റെ 1-ാം നമ്പർ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി വലത്തോട്ട് നടക്കുമ്പോൾ ആ മിസ്ഫല എന്ന് പറയുന്ന പ്രദേശത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മ 6-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോ 4 വയസ്സുള്ള അബൂബക്കർ തങ്ങൾ വീട്ടിൽ നിന്ന് കരയാണ്. അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധങ്ങൾ ആലോചിച്ചു നോക്കും. പിതാവ് അബൂ ഖുഹാഫ വന്നിട്ട് ചോദിച്ചു, എന്തിനാ മോനെ കരയണത്? പറഞ്ഞു, പാവാണല്ലേ മുഹമ്മദ്, ഉമ്മ മരണപ്പെട്ട് എത്ര വേദന ഉണ്ടാവും, എത്ര സങ്കടം ഉണ്ടാവും, എനിക്ക് മുഹമ്മദിനൊന്ന് കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ രാത്രി ആയില്ലടാ, ഉറങ്ങിക്കോ, നമുക്ക് നേരം പുലർന്നിട്ട് പോകാന്ന് ഉപ്പ പറയണം. അപ്പോ 4 വയസ്സായ കുഞ്ഞുകുട്ടി പറയാണ്, എനിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല, എനിക്ക് എന്റെ കൂട്ടുകാരൻ മുഹമ്മദിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വാശി പിടിക്കുകയാണ്. അബൂ ഖുഹാഫ മകന്റെ കൈ പിടിച്ചിട്ട് മുത്തുനബിയുടെ വീടിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കി നിന്ന് കരയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കരഞ്ഞിട്ട് പറയണ, മുഹമ്മദേ, വിഷമമുണ്ടോ, സങ്കടമുണ്ടോ, പ്രയാസമുണ്ടോ? ഞാനുണ്ട് കൂടെ, വിഷമിക്കണ്ട. ഉപ്പയോട് പറയാണ്, ഉപ്പ ഇനി നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഈ രാത്രി വരണില്ല, ഞാൻ മുഹമ്മദിന്റെ കൂടെ നിൽക്കുകയാണ്, പാവല്ലേ. അതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മുത്തുനബിയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് ലഭിച്ച് നന്മയുടെ സന്ദേശം പറയാൻ വന്നപ്പോ ഒട്ടുമേ സംശയിക്കാതെ അബൂബക്കർ തങ്ങൾ ഈമാനിക പ്രകാശങ്ങൾ കൊണ്ട് അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ആ ഒരു ജീവിത കാലയളവ് ഹലീമ ബീവിയുടെ കൂടെ കഴിയുന്ന കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ മേക്കാൻ പോയ സന്ദർഭം നമുക്കറിയാം. അതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. 2 ആളുകൾ വന്നു നെഞ്ചു പിളർത്തി ഹൃദയമെടുത്ത് ശുദ്ധീകരിച്ച ചരിത്രം. റസൂൽ അങ്ങനെ വളർന്നു വരണം. ഒരു ദുസ്വഭാവവും ആർക്കും കാണാനില്ല. എന്തൊരു അഴകുള്ള സ്വഭാവം. സർവരും മല്ലമീൻ എന്ന് വിളിക്കുക. ശൈബ് അബി താലിബിൽ കഴിഞ്ഞുകൂടിയിരുന്നത് പച്ചവെള്ളവും പച്ചിലകളും മാത്രമായിരുന്നു കുടിക്കാനും കഴിക്കാനും. മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ ആളുകൾ അന്ന് കാഷ്ടിക്കുമായിരുന്നു എന്ന്. 25-ാമത്തെ വയസ്സിൽ മൂത്താപ്പ അബൂ താലിബ്, 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് വല്ലിപ്പയും ലോകത്തോട് വിട പറയും. പിന്നെ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് വളരുന്നത്. ഖദീജ ബീവി, ഖുവൈലിദിന്റെ മകൾ ഖദീജ സമ്പന്നയായിരുന്നു, വലിയ കച്ചവടക്കാരിയായിരുന്നു. കച്ചവടത്തിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ടെന്ന് വാർത്ത കേട്ടപ്പോ അബൂ താലിബ് പറഞ്ഞു, മോനെ മുഹമ്മദേ, ഒന്ന് ചെന്ന് നോക്ക്, പട്ടിണി മാറ്റാലോ. എത്രമേൽ മുത്തുനബി കഷ്ടപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയുടെ അവിടെ ചെന്നു, തെരഞ്ഞെടുക്കപ്പെട്ടു, കച്ചവടത്തിന് വേണ്ടി പോയി. ചരിത്രം പറയാണ്, മുത്തുനബി കച്ചവടാവശ്യാർത്ഥം പോകുമ്പോ മേഘം തണലിട്ട് കൊടുത്തത്. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പേ കച്ചവടം പൂർത്തീകരിക്കപ്പെട്ടു. പതിവിന് വിപരീതമായി ലാഭം കൊയ്തെടുത്തിട്ട് ഖദീജ ബീവിയിലേക്ക് വന്ന് കൃത്യമായി കണക്ക് ബോധിപ്പിക്കുകയാണ്. ഖദീജ ബീവിക്ക് വല്ലാത്ത ആകർഷണീയത തോന്നി. സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരൻ. 2 വിവാഹം കഴിഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവരെ ഒഴിവായി ഖദീജ ബീവി നിൽക്കുന്ന കാലമാണ്. ഭർത്താവ് നിലവിലില്ലാത്ത കാലമാണ്.
മുത്തുനബിയുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു വിവാഹാഭ്യർത്ഥനയുമായി. മുത്തുനബി പറഞ്ഞു, അവരൊക്കെ വലിയ ആൾക്കാരും വലിയ സമ്പന്നരും അല്ലേ, എങ്ങനെ അത് നടക്കും? ഖദീജ ബീവി അബൂ താലിബിന്റെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. അബൂ താലിബ് പിതൃ സഹോദരൻ മുത്തുനബിയോട് പറഞ്ഞു, മോനെ മുഹമ്മദേ, സമ്മതിച്ചോ? പട്ടിണി മാറ്റല്ലോ. മുത്തുനബി സമ്മതിക്കേണ്ടി വന്നു. തമ്മിലുള്ള വിവാഹം നടന്നു. ഖദീജ ബീവി താങ്ങും തണലുമായി, സഖിയും സഹധർമ്മിണിയുമായി, ഇണയും തുണയുമായി സംരക്ഷണത്തിന്റെ വഴി തുറന്നു, സ്നേഹത്തിന്റെ വഴി തുറന്നു, സമാധാനത്തിന്റെ വഴി തുറന്നു. മുത്തുനബിയുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായി. മുത്തുനബിയും ഖദീജ ബീവിയും ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ. അപ്പോഴൊക്കെ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്തൊരു കരുത്തായിരുന്നു അബൂ താലിബും ഖദീജ ബീവി. റസൂലുള്ളാഹി ഹിറാ ഗുഹയിൽ ഏകനായി തനിച്ചിരിക്കും. നബുവത്തിന് മുമ്പേ ഖദീജ ബീവി ആ ചെങ്കുത്തായ മലയുടെ മുകളിലേക്ക് ഭക്ഷണ പൊതിയുമായിട്ട് കടന്നു ചെല്ലും ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കടന്നു പോവാണ്. 40-ാമത്തെ വയസ്സിൽ നബുവത്ത് ലഭിച്ചു. എല്ലാ ഗോത്രക്കാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മലയുടെ പുറകിൽ നിന്ന് ഒരു സൈന്യ സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, അല്ല മീനല്ലേ, ഞങ്ങൾ വിശ്വസിക്കും. എന്നാൽ നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും യഥാർത്ഥമല്ല, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കണം. അപ്പോഴാണല്ലോ അബൂ ലഹബ് പറഞ്ഞത്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമാഅതനാ. മറ്റൊരു പിതൃ സഹോദരനായിരുന്നു. മുഹമ്മദ് ഈ നശിച്ചു പോട്ടെ, ഇത് പറയാനാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. എല്ലാവരാലും ഒറ്റപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ മർദ്ദനമായിരുന്നു. ഒരിക്കൽ കഅബാലയത്തിന്റെ അരികിൽ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ ചെരുപ്പിനടിയിൽ പ്രിയപ്പെട്ടവരെ ആണി തറച്ചിട്ട് അടിക്കാൻ വരുന്ന ഒരു രംഗമുണ്ട്. പ്രതിരോധ മാർഗം സൃഷ്ടിച്ച് അബൂബക്കർ തങ്ങൾ മുന്നിൽ നിന്നു അടി സ്വീകരിച്ചത് സിദ്ദീഖ് തങ്ങൾ. മുത്തുനബിയെ വേദനിപ്പിക്കരുത് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വലതും ഇടതും മുന്നിലും പിന്നിലുമെല്ലാം അബൂബക്കർ തങ്ങൾ ബോധരഹിതനായി വീഴുന്നുണ്ട്. അവിടുന്ന് വാരിയെടുത്തു, പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബോധം തിരികെ ലഭിക്കാൻ വേണ്ടി വഴികൾ ചെയ്തു. ബോധം വന്നപ്പോ ഉമ്മ വെള്ളം കൊടുക്കുന്നുണ്ട്. അബൂബക്കർ തങ്ങൾ ജീവൻ പോലും അപായപ്പെടുമോ എന്ന ഭയാശങ്കയുള്ള സന്ദർഭമാണ്. വെള്ളം കുടിക്കുന്നില്ല. അവിടുന്ന് പറയുന്നു, എനിക്ക് വെള്ളം വേണ്ട, എന്റെ ഹബീബിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാതെ എനിക്ക് വെള്ളം ഇറങ്ങൂല. നിങ്ങളൊന്ന് ആലോചിക്കണം, മുത്തുനബിയോടുള്ള മഹബത്ത് അതാണ് അവരെ സ്വർഗത്തിലെത്തിച്ചത്, അതാണ് അവരെ നന്മയുടെ നായകന്മാരാക്കിയത്. ആളെ പറഞ്ഞേച്ചു മുത്തുനബിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വാർത്ത വന്നു പറഞ്ഞു. പക്ഷേ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്, എനിക്ക് മുത്തുനബിയെ കാണാതെ വെള്ളമിറങ്ങൂല. വാരിയെടുത്തിട്ട് മുത്തുനബിയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കി കരയുകയാണ്. ഹബീബേ, എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല സിദ്ദീഖേ, ഇല്ല സിദ്ദീഖേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ ചുണ്ടുകളിലൂടെ പുഞ്ചിരി വിടർത്തുന്നത്. എന്തൊരു ഇഷ്ടമായിരുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്കും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഈ സദസ്സ് കാരണമാക്കി തരണമേ റബ്ബേ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു കാലയളവ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മരണപ്പെടുകയാണ്, ഖദീജ ബീവി. അവിടുത്തെ പിതൃ സഹോദരനും അതേ വർഷം മരണപ്പെടുകയാണ്. ആമുൽ ഹുസൻ എന്നാണ് ആ ചരിത്ര വർഷത്തെ കുറിച്ച് പറയുന്നത്. ദുഃഖവർഷം. വല്ലാതെ തളർന്നുപോയി മുത്തുനബി. എല്ലാവരാലും ഒറ്റപ്പെടുത്തുകയാണ്, മർദ്ദിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. ആശ്വാസത്തിന് വേണ്ടി ത്വായിഫിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് സഖീഫ് ഗോത്രക്കാര്. തന്റെ ഉമ്മയുടെ കുടുംബക്കാര്, ഉമ്മയുടെ കുടുംബക്കാർക്ക് ഒരു ഇഷ്ടമുണ്ടാവുമല്ലോ. എന്ത് പ്രശ്നം ഉണ്ടായാലും വാപ്പ തള്ളിപ്പറഞ്ഞു, ഉമ്മിൻ തള്ളിപ്പറഞ്ഞു, എല്ലാവരും ഒറ്റപ്പെടുത്തി. അവസാനം സങ്കടം പോയി പറയാം മാമാരോടായിരിക്കും. അവർക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടാവും, കുഴപ്പമില്ലടാ നമുക്ക് പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മോടൊപ്പം നിൽക്കാറുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് പോണത്. 100 കിലോമീറ്ററുകൾ നടന്നിട്ടാണ് മുത്തുനബി പോണത്. മനസ്സ് നിറയെ പ്രതീക്ഷയാണ്. എൻ്റെ ഉമ്മയുടെ കുടുംബക്കാരല്ലേ, 10 ദിവസത്തോളം അവിടെ നിൽക്കുന്നുണ്ട്. ഓരോ വീടുകളിലും കയറിയിട്ട് അവരോടൊക്കെ സഹായം ചോദിക്കുന്നുണ്ട്. മക്കത്ത് എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, എന്നെ ഒന്ന് സഹായിക്കുകയോ സംരക്ഷിക്കുകയോ. ഓരോ വീടുകളിൽ നിന്നും ഇറക്കി വിടുകയാണ് മുത്തുനബിയെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
വെള്ളവും നൽകിയില്ല, ഭക്ഷണവും നൽകിയില്ല. വെള്ളം കുടിക്കാൻ ഒരു ജലാശയത്തിന്റെ അരികിലേക്ക് ചെന്നപ്പോ ആ ജലാശയം അവർ മലിനപ്പെടുത്തി. എത്ര വേദനിച്ചിട്ടുണ്ടായിരിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഭ്രാന്താ എന്ന് കൂക്കി വിളിച്ചു. അവർ മാനസികമായും പീഡിപ്പിച്ചു. അവിടുത്തെ മൂർച്ചയുള്ള കല്ലുകൾ എടുത്തിട്ട് മുത്തുനബിയെ എറിഞ്ഞു. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു മുറിവുണ്ടായി. അള്ളാഹുവിന്റെ തിരുദൂതർ ക്ഷീണിച്ചു ഒരു സ്ഥലത്തിരുന്നപ്പം മലമുകളിൽ നിന്ന് വലിയ കല്ല് താഴേക്കിട്ടിട്ട് അപകടപ്പെടുത്താൻ ശ്രമിച്ചു. അള്ളാഹു അത് തടഞ്ഞു നിർത്തി ജിബ്രീലിലൂടെ. റസൂൽ അവിടുന്ന് ഓടുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഉത്ബത്തും ശൈബത്തും. അവരുടെ കൃഷിസ്ഥലം തായിഫിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ തോട്ടത്തിൽ ഒരു പണിക്കാരുണ്ട്, അദ്ദാസ് എന്ന് പറയുന്ന മനുഷ്യൻ. ഉത്ബത്തും ശൈബത്തും ഇത് കണ്ടപ്പോൾ മുത്തുനബിയുടെ ശത്രുക്കളാണെങ്കിലും പാവം തോന്നിയിട്ട് പറഞ്ഞു, അത്രേ കുറച്ച് മുന്തിരിയും ഒക്കെ മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കും, പാവാണ്. അങ്ങനെ അദ്ദാസ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. റസൂൽ അത് സ്വീകരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഭക്ഷിച്ചു. അദ്ദാസിന് അത്ഭുതമായി. ഇത് ഇവിടെയുള്ള ആളുകളൊന്നും പറയുന്നതല്ലല്ലോ, ഇത് എവിടുന്നാണ്? ഇത് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത്രേ ആ യൂനുസിന്റെ സഹോദരനാണ് ഞാൻ, പ്രവാചകന്മാരുടെ ആ ഒരു പരമ്പരയിലുള്ളവരാണ് ഞാൻ. അദാസിന് അത്ഭുതമായി. അദാസ് മുസ്ലിം ആകുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അവർ പീഡിപ്പിച്ചു, വീണ്ടും മർദ്ദിക്കാൻ ശ്രമിച്ചു. അള്ളാഹുവിന്റെ തിരുദൂതര് അവിടുന്ന് ഓടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 45 കിലോമീറ്ററിൽ അധികം ഓടിയിട്ടാണ് പിന്നെ മുത്തുനബി നിൽക്കുന്നത്. അത്രമേൽ അവര് എറിഞ്ഞോടിച്ചു, അവര് വേദനിപ്പിച്ചു, അവര് കഷ്ടപ്പെടുത്തി. അള്ളാഹുവിന്റെ തിരുദൂതരുടെ ജീവിതത്തിന്റെ വഴിത്താരകളാണിത്. ആയിഷ ബീവി ഒരിക്കൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നബിയേ, റസൂലുള്ളാഹിന്റെ ആ ഒരു പ്രകൃതം, ആ ഒരു സ്വഭാവത്തിന്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയേ, അങ്ങേക്ക് ഓർത്തെടുത്താൽ വിഷമമുണ്ടാക്കുന്ന കാര്യം ഖദീജ ബീവി മരണപ്പെട്ട സംഭവമാണോ? അല്ല ആയിഷ. അബൂ താലിബ് മരണപ്പെട്ട സംഭവമാണോ? അല്ല ആയിഷ. ഉഹുദ് യുദ്ധരണാങ്കണത്തിൽ അങ്ങേക്ക് വേദന വന്നതാണോ? അല്ല ആയിഷ. പിന്നെ ഏതാണെന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട്, തായിഫിൽ നിന്നുള്ള മടക്കയാത്രയുണ്ടല്ലോ, എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. മക്കയിൽ എനിക്ക് ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും. ആശ്വാസത്തിന്റെ വഴി തേടി തായിഫിൽ ചെന്നപ്പോ അതിലേറെ എന്നെ വേദനിപ്പിച്ചു, എന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചു, എന്നെ മാനസികമായി പീഡിപ്പിച്ചു, എനിക്ക് പട്ടിണി കിട്ടി, എന്നെ കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള വേദനിക്കുന്നുണ്ട്. ആ തിരുദൂതരുടെ അരികിൽ വന്നിട്ട് പ്രിയപ്പെട്ടവരെ 2 മലകൾ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അവിടെയാണ് മുത്തുനബിയെ നമ്മൾ പഠിക്കേണ്ടത്. ഇത് തായിഫുകാരിലിട്ട് അവരെ നശിപ്പിക്കാം. അവിടുന്ന് പറഞ്ഞത്, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി, പാവപ്പെട്ട എന്റെ ആ ജനതക്ക് നീ പുറത്തു കൊടുക്കണം. ഫഇന്നഹും ലാ യഅലമൂന, അവർ വിവരമില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു ദുആയാണ്. അല്ലാഹുവേ, ഞാൻ ബലഹീനനാണ്, നിന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് നിന്റെ ദീനിന്റെ മാർഗത്തിൽ അതിന്റെ പ്രചരണവും ദഅവത്തുമായി നടക്കുമ്പോൾ നീ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും എന്നിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ വേദന വന്നാലും വിഷമം വന്നാലും ത്യാഗങ്ങൾ വന്നാലും എനിക്ക് പ്രശ്നമില്ല, നീ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തുനബി കരയുന്നുണ്ട്. അത്രമേൽ തായിഫുകാര് മുത്തുനബിയെ വേദനിപ്പിച്ചു. എന്നിട്ടും ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ, എനിക്കെങ്ങാനും അല്ലാഹു ശഫാഅത്തിനുള്ള അധികാരം തന്നാൽ ഞാൻ എന്റെ തായിഫുകാർക്ക് ആദ്യം ശഫാഅത്ത് ചെയ്യുമെന്ന് കാരുണ്യത്തിന്റെ തിരുദൂതരായ, ദയയുടെ രൂപമായ, വാത്സല്യത്തിന്റെ നായകരായ, സ്നേഹത്തിന്റെ നായകരായ, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തോളി മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്രമേൽ കഷ്ടപ്പാടുകൾ നൽകിയിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എനിക്ക് ശഫാഅത്തിനുള്ള അധികാരം അല്ലാഹു തന്നാൽ ഞാൻ ആദ്യം ശഫാഅത്ത് ചെയ്യാ തായിഫുകാർക്കായിരിക്കും, പിന്നെ മക്കക്കാർക്ക് എന്നാ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മക്ക കാലയളവിൽ 53 വയസ്സ് വരെ അവിടെ കഴിഞ്ഞു. നിരന്തരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു. അള്ളാഹുവിന്റെ അനുമതി ലഭിച്ചു, നാട് വിടേണ്ടി വരികയാണ്.
മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവാൻ. വല്ലാത്തൊരു സംഭവമാണ് ആ ഹിജ്റയുടെ സമയം. റസൂലുള്ളാഹി തങ്ങളുടെ വീട് വളയാണ് ശത്രുക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് വളഞ്ഞപ്പോ അലി തങ്ങളെ തന്റെ പുതപ്പിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ചെന്നു. അവിടത്തെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. ആ ഹിജ്റയുടെ അനുഗ്രഹീത വർത്തമാനങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. സമയം വൈകുന്നോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇനിയും ദീർഘമാക്കിയാൽ നിങ്ങൾ വളരെ നേരത്തെ വന്നിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സദസ്സിൽ വന്നിരുന്ന് നമുക്കൊരു വിഷമം ഉണ്ടാകരുതെന്ന് കരുതി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടി ഇനി സമയം ഉപയോഗപ്പെടുത്തുന്നു. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് അല്പനേരം മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് പ്രവാസി സെല്ലിന്റെ ആളുകൾ അവരുടെ സ്നേഹ സുരക്ഷാ പദ്ധതിയും അതിൻ്റെ കീഴിലുള്ള മെഡിക്കൽ എമർജൻസി സഹായവും അതുപോലെ തന്നെ പെരുന്നാൾ പുടവയും അതുപോലെ റമളാനിലെ പ്രവർത്തനങ്ങളും യതീം മക്കളെ സഹായിക്കലും അപ്രകാരം തന്നെ മംഗല്യ നിധിയും അങ്ങനെ ഒരുപാട് പദ്ധതികളെ കുറിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തകർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് കണ്ണടച്ച് നിൽക്കുക. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ ഇന്ന് ഈ സദസ്സിലേക്ക് മരണപ്പെട്ടു പോയ ഉമ്മാന്റെയും വാപ്പാന്റെയും പേരിൽ ദുആ ചെയ്യാൻ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങാനും ജോലിയിൽ ബറക്കത്തുണ്ടാകാനും ഇന്നത്തെ ഭക്ഷണം നൽകിയിട്ടുള്ളത് AK കബീർ എന്ന സഹോദരനാണ്. എല്ലാ മാസവും ഇതുപോലെ ഭക്ഷണമൊക്കെ നൽകുന്നവരുണ്ട്. അള്ളാഹു അവരുടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗം നൽകട്ടെ. വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. പ്രവാസി സെല്ലിന്റെ ജോയിന്റ് കൺവീനർ ഖാദർ ഭാഷയുടെ മകന് പനിയാണ്, കൗണ്ട് കൂടുതലാണ്, ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സലാമത്തും ആഫിയത്തും സിഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ണടച്ച് നിന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ മനസ്സിൽ ഇങ്ങനെ കണ്ട് സ്വലാത്ത് ചൊല്ല. നമ്മൾ ഈ അടിപ്പരണ്ടയിലെ ഈ ഹാളിൽ നിന്ന് മുത്തുനബിയുടെ അരികിലേക്ക് പോവാണ്. നമുക്ക് ശരീരം കൊണ്ട് പോകാൻ കഴിയില്ലെങ്കിലും മനസ്സുകൊണ്ട് നമുക്കവിടെ യാത്ര ചെയ്ത് കടലുകൾ കടന്ന് മരുഭൂമിയിലൂടെ മദീനത്തുൽ മുനവ്വറയിലെത്തി. മദീനത്തുൽ മുനവ്വറയിലെ മനോഹാരിത നിറഞ്ഞ ആ മണ്ണിലൂടെ ഇങ്ങനെ പോയി മസ്ജിദുൻ നബവിയുടെ മുറ്റത്തുകൂടി നടന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ. ഭക്ഷണം നമുക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാതായിരിക്കും നല്ലത്. അപ്പം ഇതിനിടയിൽ അവരെ ശ്രദ്ധ മാറും. സ്ത്രീകളെ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് സമയം അനുവദിക്കാം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കട്ടെ. ഇനി എല്ലാവരും ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കട്ടെ. അതാണ് ഞാൻ അല്പനേരം ഭക്ഷണം കൊടുക്കുന്നത് നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മുടെ ഈ സദസ്സുകൊണ്ട് നമുക്ക് ഗുണം കിട്ടണം, അതിനു വേണ്ടിയാണ് പറയണത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഇനി മറ്റുള്ളതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ശരിക്കും മനസ്സുകൊണ്ടൊന്നും നമുക്ക് മദീനയിലേക്ക് യാത്ര ചെയ്തിട്ട് മുത്തുനബിയുടെ അരികിൽ ചെന്ന് നമുക്ക് ദുആ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് കണ്ണടച്ചിട്ട് നിൽക്കുക. കണ്ണടച്ച് നിന്ന് ശരിക്കും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടൽ കടന്ന് മരുഭൂമിയിലൂടെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തെത്തി മദീനത്തുൽ മുനവ്വറയിൽ. എന്തൊരു മനോഹരമായ മസ്ജിദുൻ നബവിയാണ്. മിനാരങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള മസ്ജിദുൻ നബവി. അതിൻ്റെ മുൻഭാഗത്ത് ചെന്ന് നിൽക്കുമ്പോൾ പച്ചക്കുബ്ബ കാണുകയാണ്. ബാബു സലാമിലൂടെ ഇങ്ങനെ നടന്നുപോയി
ബാബുസലാമിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെയൊക്കെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കാതെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അരികിലേക്ക് നമ്മൾ ഇങ്ങനെ പോവാണ്. ഓരോരുത്തരും മുത്തുനബിയുടെ അരികിൽ ചെന്ന് അവർ സങ്കടത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് വിഷമങ്ങൾ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയി അതാ പിച്ചളയുടെ വലിയ ഒരു ദ്വാരം അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഹുനാ അസ്സലാമു അലാ റസൂലില്ല. ഇവിടെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സലാം പറയേണ്ട സ്ഥലം. അവിടെ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ, മനസ്സുകൊണ്ട് അവിടെ എത്തി നിൽക്കുമ്പോൾ മുത്തുനബി നമ്മെ നോക്കി സന്തോഷിക്കുകയാണ്. ഇപ്പൊ ലോകത്ത് നമ്മളാണ് ഏറ്റവും അടുത്ത് മുത്തുനബിയുടെ അരികിൽ നിൽക്കുന്നത്. ഇനി നിങ്ങളൊന്ന് മനസ്സ് തുറന്നിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി നോക്കൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മക്കത്തൂദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ സല്ലല്ലാഹു നബിയേ കാരുണ കടലോരേ മുത്ത് നബി ശഫീഉൽ ഉമ്മ സല്ലല്ലാഹു മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നൂരത്തോരേ സല്ലല്ലാഹു തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിൽ ഇല്ല തനിയേ സല്ലല്ലാഹു അഷ്റഫുൽ ഖൽഖായ താഹ ചൊരിയണം ഞങ്ങളിൽ റാഹ സല്ലല്ലാഹു അലാ അങ്ങേക്കായി ഞങ്ങൾ അർപ്പണം മുത്ത് നബി കൈകൾ മുത്തണം സല്ലല്ലാഹു കൺകുളിർക്കെ മുത്തുനബിയുടെ റൗളയെ കണ്ടൊന്ന് സലാം പറഞ്ഞു നോക്കൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് الصلاة والسلام عليك يا خليل الله
അസ്സലാത്തു വസ്സലാമു അലൈക യാ ശഫീഅൽ മുദ്നിബീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. എല്ലാവരും ഇരുന്നിട്ട് ഹൃദയം തുറന്ന് ആമീൻ പറയാം. ഏറ്റവും മുബാറക്കായ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സദസ്സിലാണുള്ളത്. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹ്മാനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ ലോകരക്ഷിതാവായ അല്ലാഹ്, ഞങ്ങളിതാ മുത്തുനബിയുടെ മദീനയെ കുറിച്ച് പറയുന്ന മദീന പേഷനിൽ ഒരുമിച്ചിരുന്ന് ഒരുപാട് സ്വലാത്ത് ചൊല്ലി, സ്വലാത്തിന്റെ മജ്ലിസ് ഒരുക്കി, മജ്ലിസുൻ നൂർ ചൊല്ലി, ബുർദ ആലാപനം നടത്തി, ഒരുപാട് മദ്ഹ് പറഞ്ഞ് അവിടത്തോട് ലയിക്കണമെന്നുള്ള നല്ല മനസ്സിൽ ഒരുമിച്ചിരുന്ന് നിന്നിലേക്ക് കരങ്ങളുയർത്തുന്നു. സ്വീകരിക്കണമേ അല്ലാഹ്. ഈ സദസ്സിൽ വന്ന ഓരോരുത്തരെയും കബൂൽ ചെയ്യണമേ റഹ്മാനേ. അല്ലാഹുവേ, ഓരോരുത്തരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണമേ അല്ലാഹ്. നാളെ മഹ്ശറാവൻ ഭൂമിയിൽ മുത്തുനബി മുഖത്തേക്ക് നോക്കാതെ അട്ടിവിടുന്ന പരാജിതരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല റബ്ബേ. അവിടുന്ന് കൈപിടിക്കുന്ന, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്ന, അവിടുത്തെ ഹൗദുൽ കൗസർ നൽകുന്ന വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനേ. ഓരോ ദിവസം കഴിയുമ്പോഴും മുത്തുനബിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും പകർത്താനും മുത്തുനബിയോടുള്ള മാനസിക ബന്ധം വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ നീ തെരഞ്ഞെടുക്കണമേ റഹ്മാനേ. മുത്തുനബി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജീവിതക്രമം ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. അവിടുത്തെ ചാരത്ത് മദീനത്തുൽ മുനവ്വറയിൽ ഒരുപാട് തവണ ഞങ്ങളെ എത്തിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ റഹ്മാനേ. ആഖിബത്ത് നന്നാക്കണമേ അല്ലാഹ്. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഹസദിൽ നിന്ന്, കിബ്റിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളെ തലമുറയിലെ മുഴുവൻ ആളുകളെയും കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണമേ റഹ്മാനേ. ഈ സദസ്സിൽ നിന്നിലേക്ക് കരമുയർത്തി ദുആ ചെയ്യുമ്പോ ഞങ്ങളെ പൊന്നുപോലെ പോറ്റി വളർത്തി ഞങ്ങളാക്കി മുത്തുനബിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു തന്ന്, ഇതുപോലെയുള്ള സദസ്സുകളുടെ മഹത്വം പറഞ്ഞു തന്ന് ആ സദസ്സുകളിലേക്കൊക്കെ കൊണ്ടുപോയ ഞങ്ങളുടെ ഉമ്മമാരുപ്പമാര് ഉസ്താദുമാര്, അവരെ ഞങ്ങൾ ഓർത്തെടുക്കുന്നു. അവർക്കൊക്കെ സ്വർഗം നൽകണമേ അല്ലാഹ്, സ്വർഗം നൽകണമേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ താഴത്തിലായി നൽകണമേ റഹ്മാനേ. അവരെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണമേ റബ്ബേ. കൺകുളിർമയുടെ മക്കളാക്കണമേ റഹ്മാനേ. ഹൃദയത്തിന് ആനന്ദം നൽകുന്ന, ഇരുലോകത്തും ഉപകരിക്കുന്ന സത്യസന്ധരും സന്മാർഗികളുമാക്കണമേ റബ്ബേ. അല്ലാഹ്, ഈ സദസ്സിൽ ദുആ കൊണ്ടേൽപ്പിച്ച ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, കബീർ എന്ന സഹോദരൻ ഇന്നത്തെ ഭക്ഷണം നൽകിയിട്ടുണ്ട്. അവരുടെ മരണപ്പെട്ടു പോയവർക്ക് ഇതിന്റെ മിസിൽ സവാബിനെ നൽകണമേ അല്ലാഹ്. കുടുംബത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണമേ റഹ്മാനേ.